അപ്പം നമ്മുടെ ഇന്നത്തെ കഥ നമ്മളെടുക്കുന്ന ഓരോ തീരുമാനങ്ങളാണ് നമ്മളുടെ ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അത് ശരിയിലേക്കായാലും തെറ്റിലേക്കായാലും. ഈ ലോകത്തെ രണ്ട് കാറ്റഗറി ആൾക്കാരുണ്ട്. ഒന്ന്, എടുത്ത തീരുമാനം മനസ്സിലാക്കി നല്ലൊരു മാർഗത്തിലോട്ട് മാറുന്നവർ. എന്നാൽ രണ്ട്, ചെയ്യുന്നതെല്ലാം തെറ്റാണെന്നറിഞ്ഞിട്ടും മാറാൻ ശ്രമിക്കാത്തവർ. നമ്മളുടെ ഇടയിൽ ഒരു ചൊല്ലുണ്ട്, ഒരു പട്ടിയുടെ വാല് എത്ര കാലം കുഴലിട്ടാലും അത് നിവരാൻ പോകുന്നില്ല എന്ന്. ഇതങ്ങനെയുള്ള ഒരാളുടെ കഥയാണ്. അയാൾ എടുക്കുന്ന കുറച്ച് തീരുമാനങ്ങൾ, അതും തെറ്റാണെന്നറിഞ്ഞിട്ടും മാറാൻ ശ്രമിക്കാത്ത കുറച്ച് വമ്പൻ തീരുമാനങ്ങൾ. ആൻഡ് അയാളുടെ വിധിയെ തീരുമാനിക്കാൻ പോകുന്നത് അവന്റെ കാമുകിയും. വലിയൊരു കസീനോ മോഷണം, അതിലേക്ക് എത്തിപ്പെടുന്ന ഒരു നായകനും നായികയും. ഇതാണ് ഈ സിനിമയുടെ വൺ ലൈൻ. ഇത്ര മാത്രമേ തൽക്കാലം ഞാൻ പറയുന്നുള്ളൂ, ബാക്കി നിങ്ങളായിട്ട് കണ്ടറിയാം. അപ്പം ഞാൻ കൂടുതലൊന്നും പറഞ്ഞ് ലേഖാക്കുന്നില്ല, നേരെ സിനിമയിലേക്ക് കടക്കാം. 2004 ക്ലീവ്ലാൻഡ്. അവിടെയാണ് ഈ കഥയുടെ ആരംഭം. നമ്മൾ ആരും ജീവിക്കാൻ ആഗ്രഹിക്കാത്ത ഒരു ലൈഫ് നയിക്കുന്ന 14കാരി. അതാണ് ഇഡി. തൻ്റെ 14-ാം വയസ്സിൽ സ്വന്തം അച്ഛനും അമ്മേനെയും ബാറിൽ പോയിട്ട് പിക്ക് ചെയ്യേണ്ടി വരുന്നൊരവസ്ഥ. അവളുടെ അമ്മ ഒരു ഡ്രഗ് അഡിക്റ്റാണ്, അച്ഛൻ നല്ല 1-ാം നമ്പർ കള്ളനും. ഇത്രയും ചെറിയ പ്രായത്തിൽ തന്നെ ജീവിതം ഇല്ലാണ്ടായൊരു പെൺകുട്ടി. അങ്ങനെ കുടിച്ച് ലക്ക് കേട്ട അമ്മേനെയും കൊണ്ട് വീട്ടിലോട്ട് പോകുന്നു. കൂടെ അച്ഛനും ഉണ്ട്. അയാളാണെങ്കിൽ ഇന്നേ വരെ ഇഡിയെ നോക്കിയിട്ടില്ല, സ്കൂളിൽ പറഞ്ഞയച്ചിട്ടില്ല. എന്നാൽ പഠിപ്പിച്ചു ഒരൊറ്റ കാര്യം മാത്രം, ഡ്രൈവിംഗ്. അങ്ങനെ അവർ വീട്ടിലോട്ട് പോകുമ്പോഴാണ് അവരുടെ പിന്നാലെ പോലീസ് വരുന്നത്. വണ്ടി ഓടിക്കുന്നത് 14 വയസ്സുള്ള പെൺകുട്ടിയാണ്. പിടിച്ചു കഴിഞ്ഞാൽ പണി കിട്ടും. ഇഡി ആകെ ടെൻഷനാവുന്നു. എന്നാൽ അച്ഛൻ, അമ്മ അവർ ടെൻഷനാവുന്നത് മറ്റൊരു കാര്യത്തിനാ. ടൺ കണക്കിന് കൊക്കൈന ചീക്കോ എന്ന് പറയുന്ന വലിയൊരു ക്രിമിനലിൻ്റെ അടുത്തുനിന്ന് അമ്മ വാങ്ങിച്ചിട്ടുള്ളത്. അത് ഈ കാറിനകത്തുണ്ട്. അതെങ്ങാനും പോലീസുകാർ കണ്ടെത്തിയാൽ അമ്മയുടെ ജീവിതം പോവും. സോ അച്ഛൻ ഒരൊറ്റ കാര്യം മാത്രമാണ് പറയുന്നത്, ഇഡി ടെൻഷനാവില്ലേ, ഞാൻ പഠിപ്പിച്ചതെല്ലാം ഓർമ്മയില്ലേ, ജസ്റ്റ് പഞ്ചിറ്റ്. പിന്നെ ഇഡി ഒന്നും നോക്കിയില്ല, ആ കാറങ്ങെടുക്കുന്നു. അങ്ങനെ 14 വർഷങ്ങൾക്ക് ശേഷം അതേ ക്ലീവ്ലാൻഡ്. എന്നാൽ ഇഡി ഒരുപാട് മാറി. ഇത്രയും വർഷക്കാലം തൻ്റെ അച്ഛൻ പഠിപ്പിച്ചു കൊടുത്ത ഡ്രൈവിംഗ് കൊണ്ടാണ് അവൾ ജീവിച്ചത്. ഡ്രൈവിംഗ് കൊണ്ട് ജീവിക്കാന്ന് പറയുമ്പോൾ ടാക്സി ഓടിച്ചിട്ടല്ല, ഒരു ഗെറ്റ് അവേ ഡ്രൈവറായിട്ടാണ്. അതായത് മോഷണം ചെയ്യുന്ന കള്ളന്മാരെ പോലീസുകാരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കുന്ന ഒരു മാരക ഡ്രൈവർ. ഒരു ഗെറ്റ് അവേ ഡ്രൈവർ മാത്രമായിരുന്നില്ല ഇഡി, ഒരാളെ കൊല്ലാൻ പോലും അവൾക്ക് മടിയുണ്ടായിരുന്നില്ല. അത്രയും വലിയ മാരക ക്രിമിനലായിട്ട് മാറി. പക്ഷെ താനെടുത്ത പല തീരുമാനങ്ങളും തെറ്റായിരുന്നുവെന്ന് ഇഡി പിന്നീടാണ് മനസ്സിലാക്കുന്നത്. സോ അവളുടെ പഴയ ലൈഫ്, ഇഡി എന്ന ഗെറ്റ് അവേ ഡ്രൈവറിൻ്റെ അധ്യായം അവൾ എന്നേക്കുമായിട്ട് അവസാനിപ്പിച്ചു. എന്നിട്ട് കഷ്ടപ്പെട്ട് പഠിച്ച് ഒരു ബാങ്കിൽ ജോലിക്ക് കയറി. ഇതാണ് അവളുടെ ഫ്രണ്ട് ജാക്കി. ഇന്ന് ഈ ജാക്കിയുടെ ബർത്ത്ഡേ ആണ്, അതുകൊണ്ട് അടിച്ച് പൊളിക്കുകയാണ് രണ്ടും കൂടെ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജാക്കി ഒരു കാര്യം പറയുന്നത്, എന്തായി ആ പന്ന ജോണിനെ പിന്നെ വിളിച്ചിട്ടൊന്നുമില്ലല്ലോ. എടോ 7.5 മാസമായി, അതൊക്കെ ഞാൻ വിട്ടു, ഞങ്ങൾ ബ്രേക്കപ്പായി. അങ്ങനെ ഈ സമയത്താണ് ഡഗ് എന്ന് പറയുന്നൊരുത്തൻ അങ്ങോട്ട് വരുന്നത്. പുള്ളിക്കാരനാണെങ്കിൽ ഇഡിയുടെ മേളിലൊരു കണ്ണുണ്ട്. സോ വിളിക്കാൻ പറഞ്ഞ് നമ്പർ കൊടുക്കുകയാണ്. അതുമാത്രമല്ല, അങ്ങേരുടെ കാറ് വിൽക്കാനിട്ടിരിക്കുകയാണ്. ആ കാറ് കാണുമ്പോൾ ഇഡിക്കൊരു മോഹം അത് വാങ്ങാനായിട്ട്. എന്നാൽ തൻ്റെ കയ്യിലുള്ള കാറിൻ്റെ മര്യാദക്ക് സ്റ്റാർട്ടാവുന്നില്ല. അതൊന്ന് റെഡിയാക്കാൻ പോലും അവളുടെ കയ്യിൽ 5ൻ്റെ കാശില്ല. വരച്ച വരയിലൂടെയാണോ? അല്ല. വരച്ച വരയുടെ മേളിൽ കൂടെയാണോ? അതുമല്ല. അവളുടെ ലൈഫ് പോകുന്നത് താഴേക്കൂടെയാണ്, ദാരിദ്ര്യത്തിൻ്റെ അങ്ങേയറ്റം. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും പഴയതുപോലെയല്ല, ഒരു സമാധാനമുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇഡി ജോലിക്കായിട്ട് ബാങ്കിലോട്ട് പോകുന്നത്. ആ സമയത്താണ് ഒട്ടും പ്രതീക്ഷിക്കാണ്ട് കുറച്ച് കള്ളന്മാരകത്ത് കയറുന്നത്. ഗണ്ണുകൊടുത്ത് പടപടാന്നാണ് പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും പേടിച്ചു വിറച്ച് നിൽക്കുന്നു. പക്ഷെ ഇതൊക്കെ കാണുമ്പോൾ അവൾക്ക് അവളേനെ തന്നെയാണ് ഓർമ്മ വരുന്നത്. അവളൊരു കള്ളിയായിരുന്നു, കൊലയാളിയായിരുന്നു, ക്രിമിനലായിരുന്നു. ഇത്രയും വലിയ മാരക കാഴ്ച കണ്ടിട്ടും ഭയം എന്ന് പറയുന്നൊരു വികാരം ഒട്ടുമില്ല. അങ്ങനെ രണ്ടും കൽപ്പിച്ച് ഇഡി കള്ളന്മാരുടെ അരയിൽ നിന്ന് തോക്കെടുക്കാൻ നോക്കുന്നു. ആ ഒരു കറക്റ്റ് സമയത്താണ് അവളുടെ തലക്കടിക്കുന്നതും ബോധം പോകുന്നതും. കണ്ണു തുറക്കുമ്പോൾ ഹോസ്പിറ്റലിലാണ്. അങ്ങനെ ഡോക്ടർ പറയാണ്, പേടിക്കാനൊന്നുമില്ല, ഒരു ചെറിയ അടി, അത്രയേ ഉള്ളൂ. പിന്നെ ബാങ്കിലോട്ട് വന്ന കള്ളന്മാരുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി, പോലീസുകാർ അറസ്റ്റ് ചെയ്തു. എൻ്റെ പൊന്ന് ഡോക്ടറെ, ബാങ്കിലോട്ട് കയറിയപ്പോൾ തന്നെ അവർ 5 മിസ്റ്റേക്ക് ചെയ്തു. അത് കണ്ടേക്ക് എനിക്ക് മനസ്സിലായി അവന്മാർ പൈസയും കൊണ്ട് പോകാൻ പോകുന്നില്ല എന്ന്. കേട്ടാ തോന്നും നിങ്ങളുടെ ബാങ്കിലൊന്നും മോഷണമാണ്. ഇത് കേട്ടേക്ക് ഈടിയാണെങ്കിൽ ഒന്നും മിണ്ടുന്നില്ല. പുള്ളിക്കാരത്തിയുടെ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ടാ അവളത് പറയുന്നത്. അതിപ്പോൾ ഡോക്ടർക്ക് അറിയില്ലല്ലോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഡോക്ടർ ഞെട്ടിക്കുന്നൊരു കാര്യം പറയുന്നത്. പിന്നെ ഈ ഒരവസ്ഥയിൽ സൂക്ഷിക്കണം, പ്രഗ്നൻ്റ് അല്ലേ, അതുകൊണ്ടാ. പ്രഗ്നൻ്റോ എന്നും പറഞ്ഞുകൊണ്ടാണ് ഈടിയിരിക്കുന്നത്. അതെ, പ്രഗ്നൻ്റ് ആണ്, 3.5 മാസമായി. ഇത് കേട്ടേക്ക് അവളാണെങ്കിൽ കണ്ണും തള്ളിയിരിക്കുകയാണ്.
3.5 മാസമായിട്ടും അവൾക്ക് മനസ്സിലായിട്ടില്ല താൻ പ്രഗ്നൻ്റാന്ന്. സ്ട്രെസ് കൊണ്ട് പീരീഡ്സ് തെറ്റുന്ന പ്രവണത അവൾക്ക് ഓൾറെഡി ഉണ്ട്. അതുകൊണ്ടാണ് ഇതൊന്നും ശ്രദ്ധിക്കാതിരുന്നത്. അങ്ങനെ ഈ പ്രഗ്നൻസിയെക്കുറിച്ച് ജാക്കിയോട് പറയുന്നു. അവൾ ആകെ ഷോക്കായിട്ടിരിക്കുകയാണ്. ഈ പ്രഗ്നൻസിക്ക് കാരണക്കാരൻ വേറെ ആരുമല്ല, അവളുടെ എക്സ് ബോയ്ഫ്രണ്ടായ ജോണാണ്. ഇക്കാര്യം ജോണിനോട് പറയണോ വേണ്ടേ ഒന്നും അറിയില്ല ഈഡിക്ക്. അവൾ ആകെ കൺഫ്യൂസ്ഡ് ആണ്. പക്ഷെ ജാക്കി ജോൺ എന്നുള്ള പേര് കേട്ടേക്ക് മിണ്ടാതിരിക്കാനാ പറയുന്നത്. എന്റെ പൊന്നീടി, ദൈവത്തെ ഓർത്ത് അവനോട് സൂചിപ്പിക്കരുത്. അവൻ ഒരുത്തൻ കാരണ നിന്റെ ലൈഫ് ഇങ്ങനെയായത്. അവൻ അത്രയും വലിയ ക്രിമിനലാ. അപ്പോഴാണ് ഈഡി അതങ്ങ് എതിർക്കുന്നത്. മുഴുവനായിട്ടുമല്ല, എന്നാൽ ഏതൊക്കെയോ പോയിന്റിൽ ഈഡി ജോണിനെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. ഇനിയാണ് ജോൺ ആരാന്നും എന്താന്നും പറയാൻ പോകുന്നത്. ഈഡിയെ തെറ്റായ മാർഗത്തിലോട്ട് നയിച്ച ആളാണ് അവളുടെ അച്ഛൻ, അമ്മ. അതിനുശേഷം ഫോസ്റ്റർ ഹോമുകളിലാണ് ഈഡി വളർന്നത്. എന്നാൽ ഓരോ ഫോസ്റ്റർ ഹോമിലും അവൾ നേരിടേണ്ടി വന്നത് മുമ്പത്തേക്കാൾ മോശമായിട്ടുള്ള പേരൻസിനെയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജോണിനെ പരിചയപ്പെടുന്നതും അവനുമായിട്ട് പ്രണയത്തിലാവുന്നതും. എന്നാൽ അവളുടെ ലൈഫ് പോയിരുന്നത് നേരായ മാർഗത്തിലോട്ടല്ല. ജോണിനെ കിട്ടിയതിന് ശേഷം തൻ്റെ ലൈഫേ ഒരു വേസ്റ്റായിട്ട് മാറി. പക്ഷെ അത് ജോണിൻ്റെ മാത്രം തീരുമാനമല്ല. ഓരോ തീരുമാനങ്ങളും അവരൊരുമിച്ചാണ് എടുത്തിരുന്നത്. സോ അവനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. എടീ, അവനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? ഞാനും തെറ്റ് തന്നെയല്ലേ ചെയ്തിരുന്നത്. ആൻഡ് ഞാൻ എന്തൊക്കെ പാപങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് അറിയോ നിനക്ക്? അതൊന്നും എനിക്കറിയണ്ട. നീ ഇപ്പം നന്നായല്ലോ, പക്ഷെ അവനോ ഒരിക്കലും നന്നാവാൻ പോകുന്നില്ല. അതാ ഞാൻ പറയുന്നത്, അവനോട് പറയണ്ട. ഇതൊക്കെ കേട്ടേക്ക് ഈഡി പറയില്ല എന്നങ്ങ് സമ്മതിച്ചു കൊടുക്കുന്നു. പക്ഷെ മിണ്ടാതിരിക്കാൻ അവളെ കൊണ്ടാവുന്നില്ല. ഇതവൻ്റെയും കൂടെ കുഞ്ഞാ, സോ പറഞ്ഞേ പറ്റുള്ളൂ. അങ്ങനെ രണ്ടും കൽപ്പിച്ച് ജോണിനെ കാണാൻ പോകുന്നു. എന്നാൽ വിചാരിച്ചതുപോലെയല്ല കാര്യങ്ങൾ. കുറേ ഗുണ്ടകൾ ചേർന്ന് ജോണിനെ മൃഗീയമായിട്ട് അടിച്ചുകൊണ്ടിരിക്കുന്നു. അടിക്കാന്ന് മാത്രമല്ല, തലയിൽ ഗണ്ണും വെച്ച് എവിടെയാടാ ലിയോ എന്നാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ കണ്ടപാട് അവൾക്ക് ഒരു കാര്യം മനസ്സിലായി. പണ്ടും ഇപ്പോഴും വള്ളികളാണ് മെയിൻ. അവൻ നന്നായിട്ടില്ലാന്ന് തെളിയിക്കാൻ ഈ ഒരൊറ്റ കാര്യം പോരെ. അങ്ങനെ ദേഷ്യത്തിലാണ് അവിടുന്ന് അങ്ങ് പുറത്തേക്ക് വരുന്നത്. എന്നാൽ ജോണിനെ അവർക്ക് ഇട്ടുകൊടുക്കാൻ അവളുടെ മനസ്സ് അനുവദിക്കുന്നില്ല. പിന്നെ അവൾ ഒന്നും നോക്കിയില്ല. ലിവർ എടുക്കുന്നു, അകത്തോട്ട് പോകുന്നു, എല്ലാത്തിനും അടിച്ച് ഇഞ്ച പരുവാക്കുന്നു. അങ്ങനെ 2 പേരും കൂടെ വേഗം തന്നെ ആ ബിൽഡിങ്ങിൽ നിന്ന് അങ്ങ് പുറത്ത് കിടക്കുന്നു. ജോണാണെങ്കിൽ ഡ്രസ്സ് പോലും ഇട്ടിട്ടില്ല. അത്രയും ആളുകളുടെ മുമ്പിൽ കൂടെ സാമാനവും കാണിച്ചുകൊണ്ടാണ് ഓടുന്നത്. മറ്റോമാരാണെങ്കിൽ പിന്നാലെ തന്നെയുണ്ട്. അങ്ങനെ ജോൺ ഈഡീനെയും കൊണ്ട് പോകുന്നത് തൊട്ടപ്പുറത്തെ ബിൽഡിങ്ങിലോട്ടാണ്. അതും സ്വീറ്റി എന്ന് പറയുന്ന ഒരു ഫ്രണ്ടിൻ്റെ ഫ്ലാറ്റിലോട്ട്. തൽക്കാലം അവിടുന്ന് കിട്ടിയ ഒരു അണ്ടർവെയർ കൊണ്ട് നാണം മറയ്ക്കുന്നു. ഇവിടെ ഈഡിയാണേലോ അവന്മാരാരാ, എന്താ, ആരാണ് ലിയോ എന്നൊക്കെ കുറേ ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് സ്വീറ്റിയുടെ ഗണ്ണും കൊണ്ട് 2 കള്ളന്മാർ അങ്ങോട്ട് വരുന്നത്. അവർ സ്വീറ്റീനെയും കൊന്ന് ഫ്ലാറ്റ് കൈക്കലാക്കിയിട്ട് കുറച്ച് ദിവസമായി. ചുരുക്കി പറഞ്ഞ ചെകുത്താൻ്റെയും കടലിൻ്റെയും നടുവിൽപ്പെട്ടൊരവസ്ഥ. ഈ സമയത്താണ് അവരുടെ പിന്നാലെ വരുന്ന ഗുണ്ടകൾ അങ്ങോട്ടെത്തുന്നത്. എത്താന്ന് മാത്രമല്ല, ഷോട്ട് ഗണ്ണും പിടിച്ചു നിൽക്കുന്ന കള്ളന്മാരെ നിഷ്പ്രയാസം തീർക്കുന്നു. അങ്ങനെ ഷോട്ട് ഗൺ വേഗം തന്നെ ഈഡി അങ്ങ് കൈക്കലാക്കുന്നു. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വമ്പൻ ഷൂട്ടിംഗ് ആണ്. ജോണിൻ്റെ മുഖത്ത് പേടിയുണ്ടെങ്കിലും ഈഡി പേടി എന്താണെന്ന് അറിഞ്ഞിട്ടില്ല. അത്രയും സ്കിൽഡ് ആയിട്ടുള്ള പക്ക ക്രിമിനലാണ് സാക്ഷാൽ ഈഡി. അങ്ങനെ അവർ ജനാല വഴി പുറത്തേക്ക് ഇറങ്ങുന്നു. എന്നാൽ രക്ഷപ്പെടാൻ ഒരു കാർ അത്യാവശ്യമാണ്. ആ സമയത്താണ് സ്വീറ്റിയുടെ അണ്ടർവെയറിൻ്റെ ഉള്ളിൽ നിന്ന് കാറിൻ്റെ താക്കോല് കിട്ടുന്നത്. പിന്നെ പറയണ്ടല്ലോ, ഗെറ്റ് അവേ ഡ്രൈവറും നല്ല പക്ക ഓൾഡ് മോഡൽ കാറും. ഇറ്റ്സ് എ ഫ്രീക്കിംഗ് കോമ്പിനേഷൻ. ഗുണ്ടകളാണെങ്കിൽ പിന്നാലെ തന്നെയുണ്ട്. പിന്നെ അവിടെ ഗംഭീര ചേസാണ്. അവരെത്ര ശ്രമിച്ചിട്ടും ഈഡിയെ പിടിക്കാൻ അവരെ കൊണ്ട് സാധിക്കുന്നില്ല. അവളുടെ ഡ്രൈവിംഗ് സ്കിൽ എന്താണ് ഇപ്പോഴാണ് നമ്മൾ ശരിക്ക് കാണാൻ പോകുന്നത്. ഒരു രക്ഷയില്ലാത്ത ഡ്രൈവിങ്. എത്ര ചെറിയ റോഡാണെങ്കിൽ പോലും അവൾ ഈസിയായിട്ട് കൈകാര്യം ചെയ്യും. ഇവിടെ ജോണാണേലോ അർമാദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു ത്രിൽ, അതാണ് അവൻ്റെ ഏറ്റവും വലിയ ലഹരി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവരുടെ ഫ്രണ്ടിലോട്ടൊരു ട്രക്ക് വരുന്നത്. ഈഡി പിന്നെ ഒന്നും നോക്കിയില്ല. നൈസായിട്ട് ഡ്രിഫ്റ്റ് അടിച്ച് ട്രക്കിൻ്റെ സൈഡിൽ കൊണ്ടുപോയിട്ട് അങ്ങ് നിർത്തുന്നു. ഇത് കാണാത്ത ഗുണ്ടകൾ കാറും കൊണ്ട് അങ്ങോട്ട് പോകുന്നു. ഈ ട്രക്ക് പോയതും അതിൻ്റെ മറവിൽ റിവേഴ്സ് എടുക്കുന്നു. അവന്മാരുടെ കാറിൻ്റെ മേളിൽ ഇടിക്കുന്നു. ആ കാറിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കുന്നു, രക്ഷപ്പെടുന്നു. അങ്ങനെ സേഫ് ആയിട്ടുള്ളൊരു സ്ഥലം നോക്കി വണ്ടി നിർത്തുന്നു. എന്നിട്ട് എന്താണ് ഇവിടെ നടക്കുന്നതെന്നുള്ളത് ജോണിനോട് ചോദിക്കുന്നു. എന്നാൽ എത്ര ചോദിച്ചിട്ടും ജോൺ മിണ്ടുന്നില്ല. ഇതൊക്കെ കാണുമ്പോൾ ഈഡിക്കാണെങ്കിൽ കയറി വരികയാണ്. ഏത് നേരത്താണാവോ നിന്റെ അടുത്തോട്ട് കെട്ടിയൊരുങ്ങി വരാൻ തോന്നിയത്? പണ്ടാരടങ്ങാൻ വന്നു കയറി 5 സെക്കൻഡ് ആയില്ല, അപ്പോഴേക്കും തുടങ്ങി ഗണ്ണ്, ചേസ് എന്ന് വേണ്ട സകലതും. നീയേ ഒന്നും പറയണ്ട, ഞാൻ പോവാ എന്നും പറഞ്ഞ് കാറങ്ങ് എടുക്കുകയാണ് ഇടി. ഇത് കണ്ടേക്ക് ജോൺ കാറിൻ്റെ മുകളിലോട്ട് ഒരൊറ്റ ചാട്ടം. വെയിറ്റ്, ഞാൻ കാണിച്ചു തരാം എന്താന്നുള്ളത്.
എന്നും പറഞ്ഞ് പഴയൊരു ബിൽഡിങ്ങിലോട്ടാണ് കൊണ്ടുപോകുന്നത്. അതിനകത്തൊരു ബോക്സ് ഉണ്ട്. ആ ബോക്സിനകത്ത് ഒരാളും, അതും ഗുണ്ടകൾ അത്രയും നേരം ചോദിച്ചുകൊണ്ടിരുന്ന ലിയോ. ചീക്കോ എന്ന് പറയുന്ന വലിയൊരു ഗാങ്സ്റ്ററിന് വേണ്ടി പണിയെടുക്കുന്ന ആളാണ് ലിയോ. ആൻഡ് അവനൊരു പക്ക ഗാംബ്ലറാണ്. എന്നും ചീക്കോക്ക് വേണ്ടി ഗാംബ്ലിംഗ് ചെയ്യും, പൈസ ഉണ്ടാക്കും. ഇതാണ് അയാളുടെ പ്രധാന പരിപാടി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവൻ ജോണിനെ കാണുന്നത്. അപ്പം തന്നെ ജോൺ വേറൊരാൾക്ക് ഗാംബിൾ ചെയ്യാൻ വേണ്ടി അവനോട് വരുമെന്ന് ചോദിക്കുന്നു. എന്നാൽ ലിയോ പോകുന്നില്ല. ചീക്കോ എങ്ങാനും ലിയോ മറ്റൊരാൾക്ക് വേണ്ടി ഗാംബ്ലിംഗ് ചെയ്യുന്നത് കണ്ടെത്തിയാൽ ലിയോനെ അവൻ കൊന്നുകളയും. അതുകൊണ്ടാണ് ലിയോ അപ്പം തന്നെ നോ പറയുന്നത്. പിന്നെ ജോൺ ഒന്നും നോക്കിയില്ല, അവനെ അങ്ങ് തട്ടിക്കൊണ്ടുപോകുന്നു, സമ്മതിപ്പിച്ചെടുക്കാൻ നോക്കുന്നു. ഇതാണ് സംഭവം. ഇപ്പറഞ്ഞ ചീക്കോ എന്ന പേര് കേട്ടേക്ക് ഇഡി ആകെ ഡിസ്റ്റർബ്ഡ് ആവുന്നു. പണ്ട് കാലത്ത് അവളുടെ അമ്മ ഇതേ ചീക്കോക്ക് വേണ്ടിയിട്ടാണ് പണിയെടുത്തിരുന്നത്, മെയിൻലി കൊക്കെയിൻ ട്രാഫിക്കിംഗ്. എന്നാൽ കുറച്ച് കാലങ്ങൾക്ക് ശേഷം ഇഡി ഒരു ക്രിമിനലായിട്ട് മാറുന്നത് തന്നെ ചീക്കോയുടെ കീഴിലായിരുന്നു. അല്ലേടി, ഇനി നമ്മളെന്താ ചെയ്യുക? നമ്മളൊന്നുമില്ല, നീ മാത്രം. ഇവനെയും കൊണ്ട് എത്രയും വേഗം ചീക്കോടെ അടുത്ത് പോവുക, സോറി പറയുക, തിരിച്ചു വരിക. അത് മാത്രമേ നിനക്കിനി ചെയ്യാനുള്ളൂ. അതുവരെ ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും. നീ ഉണ്ടാക്കി വെക്കുന്ന ഓരോ പ്രശ്നങ്ങൾ തീർക്കാൻ ഇനി എന്നെ കിട്ടാൻ പോകുന്നില്ല. ഇത് ലാസ്റ്റാ, ഇവിടുന്ന് അങ്ങോട്ട് എൻ്റെ ലൈഫിൽ നീ ഉണ്ടായിരിക്കില്ല എന്നും പറഞ്ഞ് ലിയോനെയും കൊണ്ട് രണ്ടുപേരും കൂടെ ചീക്കോനെ കാണാൻ പോകുന്നു. ഈ സമയത്താണ് ലിയോക്ക് വിശക്കുന്നത്. സോ വണ്ടി സൈഡാക്കുന്നു. അവരൊറ്റ പോയിന്റിൽ വെച്ച് കാര്യങ്ങളെല്ലാം കയ്യിന്ന് പോകുന്നു. വണ്ടിയുടെ ഡോർ തുറന്നതും ലിയോനെ ഒരു ട്രക്ക് അങ്ങ് ഇടിക്കുന്നു. സോ ലിയോ മരണപ്പെട്ടു. ചീക്കോ എന്ന കൊടും ക്രിമിനലിനോട് ഇനി എന്ത് പറയും അറിയില്ല. എന്തായാലും പോലീസും പൊല്ലാപ്പും വരാണ്ടിരിക്കാൻ വേണ്ടി വേഗം തന്നെ അവിടുന്ന് കാറും കൊണ്ട് പോകുന്നു. അങ്ങനെ കുറേ സമയം കഴിഞ്ഞു. ഈടിക്കാണെങ്കിൽ ഭ്രാന്ത് കയറുന്നു. കുറച്ചു നേരം കൊണ്ട് തന്നെ അവൾക്ക് മതിയായി. ജാക്കി പറഞ്ഞതെല്ലാം വളരെ ശരിയാണ്. ഇവൻ്റെ ലൈഫിലോട്ട് ആരെങ്കിലും കാലെടുത്ത് കുത്തിയാൽ അവരുടെ ലൈഫ് പിന്നെ അതോ ഗതി. ജോണേ, എനിക്ക് മതിയായി, നീ നിന്റെ കാര്യം നോക്കി പോയേ എന്നും പറഞ്ഞ് വണ്ടിയിൽ നിന്ന് ഇറങ്ങി പോവുകയാണ് ഇഡി. ആ സമയത്താണ് ഇഡിക്കൊരു കോള് വരുന്നത്. വിളിക്കുന്നത് സാക്ഷാൽ ചീക്കോ. ഹലോ ഇഡി. ഓ സോറി, ഇനി മീനി. ഈഡിക്ക് വേണ്ടി ചീക്കോ ഇട്ട പേരാണ് ഇനി മീനി. അവൻ അങ്ങനെ വിളിക്കാനൊരു കാരണമുണ്ട്. ഈഡി കാണാൻ ചെറുതാണേലും അവളുടെ അപാര ഡ്രൈവിംഗ് സ്കിൽ അത് വലുതായിരുന്നു. ഈഡി, നീയായിരുന്നു എൻ്റെ കൂടെ ഉള്ളതിൽ വെച്ച് ഏറ്റവും സ്മാർട്ടായിട്ടുള്ള ആള്. പക്ഷെ അന്നും ഇന്നും ലൈഫിലെ ഏക കല്ലുകടി ആ ജോണാ. എത്ര കിട്ടിയിട്ടും നീ പഠിക്കുന്നില്ലല്ലോ. അവനെ വിട്ടുകളയാൻ മാത്രം നീ ഇപ്പോഴും സ്മാർട്ടല്ല. ചീക്കോ, എനിക്കിപ്പോൾ എന്താ വേണ്ടത്? നടന്നതെല്ലാം ഞാൻ അറിഞ്ഞു. എത്രയും വേഗം എൻ്റെ സ്റ്റോറിലെത്തണം. കൂടെ ജോണും ഉണ്ടാവണം. സോ ഇനി അവൾക്ക് വേറെ ഓപ്ഷനില്ല. അങ്ങോട്ട് ചെന്നില്ല എന്നുണ്ടെങ്കിൽ ചീക്കോ ഇങ്ങോട്ട് വരും അവരെ തീർക്കാനായിട്ട്. അങ്ങനെ അവർ വേഗം തന്നെ ചീക്കോയെ കാണാൻ പോകുന്നു. ഇതാണ് ജോർജ്, ചീക്കോയുടെ ഏറ്റവും വലിയ വിശ്വസ്തൻ. അവൻ എന്ത് പറയുന്നോ അതനുസരിച്ച് ചീക്കോ നീങ്ങത്തുള്ളൂ. അല്ല, ഇതാര്? ഈഡിയോ? കുറെ കാലമായാലോ കണ്ടിട്ട്. മറ്റേ മ്യൂസിയം മോഷണത്തിലാലേ നമ്മൾ അവസാനമായിട്ട് കണ്ട്. ചീക്കോ വളച്ചുകെട്ടില്ലാണ്ട് കാര്യം പറ. അങ്ങനെ ചീക്കോ ജോൺ കാരണം ഉണ്ടായിട്ടുള്ള വലിയൊരു പൊല്ലാപ്പിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നു. വലിയൊരു പണക്കാരനെ മോഷ്ടിക്കാനായി ജോണിനെ വേറൊരുത്തിനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ അയാളെ കൊള്ളയടിക്കുന്നതിന് മുമ്പ് അങ്ങേരുടെ വീട് കൺട്രോളിലായിരിക്കണം. ഇത് മാത്രമാണ് ചീക്കോ കൊടുത്തിട്ടുള്ള മെയിൻ നിർദ്ദേശം. പക്ഷെ ആ നിർദ്ദേശത്തിന് വിപരീതമായിട്ടാണ് അവൻ പ്രവർത്തിക്കുന്നത്. പുള്ളിക്കാരൻ ആദ്യം തന്നെ വീട്ടിൽ കയറി പോകുന്ന പണക്കാരനെ ഗണ്ണും കാണിച്ച് പേടിപ്പിക്കുന്നു. എന്നാൽ ആ വീടിനകത്ത് ബർത്ത്ഡേ സർപ്രൈസ് നടത്താനായിട്ട് ഒരു പടക്കുള്ള ആൾക്കാരുണ്ട് വിത്ത് ഗണ്ണ്. പിന്നെ അവിടെ ഗംഭീര ഷൂട്ടൗട്ടാണ്. മോഷണം പാളയും ചെയ്തു. ഇതൊന്നും പോരാണ്ട് ഇപ്പൊ ഇതാ ലിയോയുടെ മരണം. ലിയോ കാരണം റിസ്ക് ഇല്ലാണ്ട് വലിയൊരു എമൗണ്ട് ആണ് ഗാംബ്ലിംഗ് വഴി കിട്ടിക്കൊണ്ടിരുന്നത്. അവന്റെ കോൺട്രാക്ട് തീരാൻ 3-4 മാസം ബാക്കിയുണ്ട്. അതും വെച്ച് കണക്കൂട്ടിയാൽ 3 മില്യനാണ് അങ്ങേർക്ക് നഷ്ടം വന്നിരിക്കുന്നത്. സോ ആ കാശ് ജോണിനോട് തരാനാ പറയുന്നത്. ചീക്കോ, അവന്റെ കയ്യിൽ അത്രയും കാശില്ലാന്ന് എനിക്കും അറിയാം, നിനക്കും അറിയാം. സോ കാര്യത്തിലേക്ക് വാ. പിന്നെന്താ, വരാലോ. ടെലിയഡോയിലെ വലിയൊരു കസീനോയിൽ വെച്ച് ഒരു ഗംഭീര പോക്കർ ഗെയിമാണ് നടക്കാൻ പോകുന്നത്. അതിൻ്റെ സമ്മാനത്തുക ഞാനിപ്പോൾ പറഞ്ഞ 3 മില്യനാണ്. സോറി ചീക്കോ, ഞങ്ങൾക്ക് ഈ പോക്കർ ഗെയിമൊന്നും അറിയില്ല. അതിനെനിക്കാവശ്യം പോക്കർ ഗെയിം കളിക്കുന്നവരെയല്ല, ഒരു ഉഗ്രൻ ഗെറ്റവേ ഡ്രൈവറിനെയാണ്. ഇത് കേട്ടേക്ക് ഇടി ഞെട്ടിത്തരിച്ചിരിക്കുകയാണ്. അങ്ങനെ ചീക്കോ മുഴുവൻ കാര്യങ്ങളും അങ്ങ് പറഞ്ഞു കൊടുക്കുന്നു. മത്സരത്തിൻ്റെ സമ്മാനത്തുക കസീനോയിലെ ഒരു കാറിൻ്റെ ഉള്ളിലാണ് വെക്കുക. ആ കാറും ഒരു സമ്മാനാണ്. അതങ്ങ് അടിച്ചുകൊണ്ട് വരിക, അത്രയേ ഉള്ളൂ. അതുകൊണ്ടാണ് ചീക്കോ പറഞ്ഞ് എനിക്കാവശ്യം ഒരു ഗെറ്റവേ ഡ്രൈവറിനെയാണ്. ഇത് കേട്ടേക്ക് ഇവളാണെങ്കിൽ പറ്റത്തില്ല എന്നാണ് പറയുന്നത്. ചീക്കോ, എനിക്ക് വയ്യ, ഞാനെല്ലാം നിർത്തി. ശരി, ഓക്കെ, വേണ്ട. പക്ഷെ മോനെ ജോണേ, അടുത്ത ഫ്രൈഡേ എനിക്ക് ഈ ക്യാഷ് കിട്ടിയില്ലെങ്കിൽ നിന്റെ ഓരോ എല്ലുകളും ഞാൻ ഊരിയെടുക്കും എന്നും പറഞ്ഞ് 2 പേരെയും വിടുന്നു. ഈടിക്കാണെങ്കിൽ ഒട്ടും താല്പര്യമില്ല തൻ്റെ പഴയ ലൈഫ് തിരഞ്ഞെടുക്കാനായിട്ട്. എന്നാൽ ജോൺ
അവളുടെ പിന്നാലെ നടന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. ജോൺ എങ്ങാനും 3 മില്യൺ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചീക്കോ അവനെ തീർക്കും. അങ്ങർക്ക് എങ്ങനെയും ഇത് ചെയ്തേ പറ്റുള്ളൂ. അതിനുള്ള ഏക വഴി ആ കസീനോ റോബറിയാണ്. അത് ചെയ്യാൻ ഇഡിയുടെ സഹായം ആവശ്യമുണ്ട്. ജോണെ, കഴിഞ്ഞ 7 മാസമായിട്ട് എനിക്ക് നല്ല സമാധാനമുണ്ട്. കാശ്, ജോലി, പഠിപ്പ്, അങ്ങനെല്ലാം. ദൈവത്തെ ഓർത്ത് നീ അതില്ലാണ്ടാക്കരുത്. ഓ, ഇപ്പം ഞാനാണോ പ്രശ്നം? അങ്ങനെയാണെങ്കിൽ 3 മാസം മുമ്പ് നീ എന്തിനാ എന്നെയും തേടി വന്ന്? അപ്പം നമ്മൾ സെക്സിലേർപ്പെട്ടൊന്നും ഓർമ്മയില്ലാലേ. സോ അങ്ങനെയാണ് പുള്ളിക്കാരത്തി പ്രഗ്നൻ്റ് ആവുന്നത്. ജോണെ, എൻ്റെ ലൈഫ് നീ ഇല്ലാണ്ടാക്കി. അറ്റ്ലീസ്റ്റ് സ്വയം നന്നാവാൻ നോക്ക്, എല്ലാം അവസാനിപ്പിക്കാൻ നോക്ക് എന്നും പറഞ്ഞ് കരഞ്ഞോണ്ടാണ് ഇഡി അവിടെ നിന്ന് അങ്ങ് പോകുന്നത്. ഇങ്ങർക്കാണെങ്കിൽ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ഒരു പിടുത്തൂല്ല. ഇഡിയാണേലോ ആകെ കയ്യിന്ന് പോയിട്ടാണ് ഇരിക്കുന്നത്. അവനെ ഒറ്റയ്ക്കാക്കാൻ അവൾക്കൊട്ടും താല്പര്യമില്ല. സോ അവൾക്കായിട്ട് മാറ്റിവെച്ച ആ തീരുമാനം ജോണിന് വേണ്ടി മാറ്റുന്നു. മാറ്റാന്ന് മാത്രമല്ല, ജോണിനെയും കൂട്ടി ചീക്കോയെ കാണാൻ പോകുന്നു. ഇവളെ കണ്ടപാട് ചീക്കോ ഭയങ്കരമായിട്ട് ഹാപ്പി ആവുന്നു. ചീക്കോ, എനിക്ക് ഓക്കെയാണ്. ഈ മിഷന് വേണ്ടി എനിക്കൊരു കാറിൻ്റെ ആവശ്യമുണ്ട്. ഇത് കേട്ടേക്ക് ചീക്കോ ഒരു കാറ് വാങ്ങാനുള്ള ക്യാഷ് അങ്ങ് കൊടുക്കുന്നു. പിന്നെ അവൾ ഒന്നും നോക്കിയില്ല. മറ്റേ ഡഗ് ഉണ്ടല്ലോ, അവൻ്റെ വിൽക്കാനിട്ടിരിക്കുന്ന കാറങ്ങ് വാങ്ങുന്നു. അങ്ങനെ കാറും കൊണ്ട് ഒരു ബാറിലോട്ടാണ് പോകുന്നത്. ചീക്കോടെ ആൾക്കാർ അങ്ങോട്ട് എത്തുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ സമയത്താണ് ബാറിൽ വെച്ച് 2 പേര് ചുമ്മാ ജോണിനെ ചൊറിയാൻ വരുന്നത്. ചെറിയ പ്രശ്നമാണ്, കണ്ടില്ല എന്ന് വെച്ച് പോയാൽ മതി. പക്ഷെ ജോണിൻ്റെ കാര്യം അറിയാലോ, വള്ളി പിടിച്ചിട്ടേ ശീലമുള്ളൂ. അങ്ങനെ ജോണും അവന്മാരും കൂടെ വമ്പനടി. ഇവനെ കൊണ്ട് ഞാൻ തോറ്റല്ലോ, പണ്ടാരടങ്ങാൻ എന്നും പറഞ്ഞ് ഇടി അവന്മാർക്കിട്ട് 2 അങ്ങ് പൊട്ടിക്കാനിരിക്കുന്നു. അപ്പോഴാണ് ചീക്കോട് ആളുകൾ അങ്ങോട്ടെത്തുന്നത്. എത്താന്ന് മാത്രമല്ല, ഗണ്ണും കാണിച്ച് എല്ലാത്തിനെയും പിടിച്ചു മാറ്റുന്നു. ഈ തല്ലുണ്ടാക്കിയ 2 ലവന്മാരും ചീക്കോട് ആൾക്കാർ തന്നെയാണ്, പക്ഷെ പ്രൊഫഷണൽസ് ഒന്നുമല്ല. അങ്ങനെ എല്ലാം ശാന്തമാവുന്നു. ദേ, ഇങ്ങേരാണ് ഫൗളർ. പുള്ളിക്കാരൻ ചീക്കോടെ വലങ്കൈയാണ്. പിന്നിങ്ങേര് ഇവർ കൊള്ളയടിക്കാൻ പോകുന്ന കസീനോടെ ഹെഡ് ഓഫ് സെക്യൂരിറ്റി കോൾ. കസീനോക്കകത്ത് സെക്യൂരിറ്റി പരമായിട്ട് എന്ത് നടന്നാലും ആ ഒരു ഇൻഫോർമേഷൻ കൊടുക്കാൻ കോളുണ്ട്. അത് മാത്രമല്ല, ഈ കസീനോ എന്താണ്, ഏതാണ്, എങ്ങനെയാണ് എന്ന് വേണ്ട സകലതും അങ്ങർക്ക് നന്നായിട്ടറിയാം. ഇനിയാണ് പ്ലാനിങ്. പോക്കർ ഗെയിമിൻ്റെ പ്രൈസ് മണിയായ $3 മില്യൺ. അതാണ് അവരുടെ ലക്ഷ്യം. ഈ 3 മില്യൺ മാത്രമല്ല, സമ്മാനം ഒരു കാറും കൂടിയുണ്ട്. മത്സരം തുടങ്ങുന്നതിന് മുമ്പ് ഡിസ്പ്ലേക്ക് വെച്ചിരിക്കുന്ന കാറിൽ സെക്യൂരിറ്റീസ് ആ കാശ് കൊണ്ടിടും. മത്സരം കഴിഞ്ഞാൽ ജയിച്ചവർക്ക് ആ കാർ കൊടുക്കനെ സ്വന്താക്കാൻ പറ്റും. സോ അവർക്ക് കൊള്ളയടിക്കേണ്ടത് ആ കാറാണ്. പക്ഷേ അതത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. കോള് കൂടാണ്ട് ഇഷ്ടം പോലെ സെക്യൂരിറ്റീസ് ഉണ്ടാവും. പിന്നെ ഇത്രയും വലിയ മത്സരമായതുകൊണ്ട് സ്വാഭാവികമായിട്ടും പോലീസുകാരും ഉണ്ടാവും. പ്രത്യേകിച്ച് കാറിന് ചുറ്റും 3 പോലീസുകാരെ നിർത്തിയിട്ടുണ്ടാവും. പിന്നെ സെക്യൂരിറ്റീസും. പിന്നെ അവിടെ ഇവിടെ ആയിട്ട് വേറെയും കുറേ പോലീസുകാരുണ്ടാവും. ഇതൊക്കെ പോട്ടെ, ഇനി കാറെങ്ങാനും പുറത്തേക്ക് എത്തിച്ചാൽ അവിടെയുണ്ട് അവരെ പിന്തുടരാൻ 4 പോലീസ് വണ്ടികൾ. എന്നാൽ ഇതൊന്നുമല്ല ഇവരുടെ മെയിൻ പ്രശ്നം. ഡിസ്പ്ലേക്ക് വെച്ചിരിക്കുന്ന കാറായോണ്ട് തന്നെ അതിനകത്ത് പെട്രോൾ ഉണ്ടായിരിക്കില്ല. പെട്രോളൊക്കെ ഒഴിച്ച് പോവാനെന്ന ഉറപ്പായിട്ടും പോലീസുകാർ പിടിക്കും. ഈ സമയത്താണ് ഇഡി ഒരു കാര്യം ചോദിക്കുന്നത്. അല്ല, ആ കാർ ഏതാ മോഡല്? ഡോഡ്ജിൻ്റെ ചാർജർ, അതും മാനുവലാ. ആ കാറിനോട് സാമ്യമായിട്ടുള്ള കാറ് സെറ്റ് ചെയ്യാൻ പറ്റുമോ? കണ്ടാൽ അതേ കാറാന്ന് തോന്നണം. അത് കുഴപ്പമില്ല, എൻ്റെ കയ്യിലൊരു ഡീലറുണ്ട്, അവൻ സെറ്റ് ചെയ്ത് തരും. അപ്പം കാറിൻ്റെ കാര്യത്തിലൊക്കെ ഈ കാറ് ഞാൻ ഏത് വഴിയിലൂടെയാണ് പുറത്തേക്ക് ഇറക്കേണ്ടത്? കസീനോ ആകുമ്പോൾ അത്രയും ആൾക്കാരുണ്ടാവും. അവരെ വണ്ടിയിടിച്ച് കൊല്ലാനൊന്നും എന്നെക്കൊണ്ട് പറ്റത്തില്ല. ഇടി കാറ് കിടക്കുന്ന സ്ഥലവും മെയിൻ എൻട്രൻസും തമ്മിൽ അധിക ദൂരമില്ല. ആൻഡ് അവിടെ ആൾക്കാരും കുറവാണ്. ഇനി ഇൻ കേസ് അതുവഴി പോവാൻ പറ്റിയില്ല എന്ന് വിചാരിക്കുക, വേറൊരു വഴിയും കൂടെയുണ്ട്, ബാക്ക് എൻട്രൻസ്. അവിടെ സെക്യൂരിറ്റി എല്ലാം കുറവായിരിക്കും, പക്ഷെ ആളുകളുടെ എണ്ണം കുറച്ച് കൂടുതലാണ്. പിന്നെ അങ്ങോട്ട് എത്തിപ്പെടാൻ കുറച്ചൊന്ന് ചുറ്റണം എന്നും പറഞ്ഞ് കസീനോടെ ബ്ലൂ പ്രിന്റ് ആണ് കാണിച്ചു കൊടുക്കുന്നത്. അതിൽ വ്യക്തമായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് ബാക്കിലൂടെ പോകാനുള്ള വഴി. ഈ സമയത്താണ് ജോൺ ഒരു കാര്യം ചോദിക്കുന്നത്. അപ്പം എല്ലാം ഓക്കെ, ഇനി ഗണ്ണെപ്പോഴാ കിട്ടുക? ഒരു മോഷണമാകുമ്പോൾ ഗണ്ണൊക്കെ വേണ്ടേ? ഇത് കേട്ടേക്ക് ഇവർക്കാണെങ്കിൽ ഭ്രാന്ത് കയറുന്നു. ഒരു കേയോസ് ഇല്ലാണ്ട് ആർക്കും ഒരു അപകടവും വരാതെ എങ്ങനെ ചെയ്യാനാണ് എല്ലാവരും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല ഇവരുടെ നിയമവും അതുതന്നെയാണ്. ആരും മരിക്കാൻ പാടില്ല, ഇന്നസെന്റ് ആയിട്ടുള്ള ആളുകൾക്ക് ഒന്നും പറ്റാനും പാടില്ല. എന്നാൽ ജോൺ ഒരു കേയോസ് സൃഷ്ടിക്കാനാ നോക്കുന്നത്. ഇനി കൊള്ളയടിച്ച കാറും കൊണ്ട് ന്യൂയോർക്കിലേക്കാണ് പോവേണ്ടത്. ആ സമയത്ത് വരുന്ന ട്രാഫിക്, റോഡ് പണി, അങ്ങനെ സകലതും ചീക്കോ കൺട്രോൾ ചെയ്യും. അങ്ങേർക്ക് അത്രയും ഹോൾഡാണ്. ചുരുക്കി പറഞ്ഞ പോകുന്ന റോഡുകൾ ഈഡിക്ക് തീരെഴുതി കൊടുത്തതുപോലെ. അങ്ങനെ പ്ലാൻ പ്രകാരം മുന്നോട്ട് പോകാൻ നിൽക്കുന്നു. ഈ സമയത്താണ് ഫൗളർ ഈഡിയുമായിട്ടൊന്ന് സംസാരിക്കുന്നത്. ഈഡി, നിന്നെക്കുറിച്ച് ഞാൻ ധാരാളം കേട്ടിട്ടുണ്ട്. ബാങ്ക്, ജ്വല്ലറി, കസീനോ, അങ്ങനെ സകലതും നീ കൊള്ളയടിച്ചിട്ടുണ്ട്. എന്തിന്? പോലീസുകാരുടെ ചോപ്പർ പിന്നാലെ വന്നിട്ട് പോലും അവർക്ക് നിന്നെ പിടിക്കാനായിട്ടില്ല. സോ 100% സക്സസ് റേറ്റ് അല്ലേ? പക്ഷെ ഒരു പ്രശ്നമുണ്ട് ഈഡി,
നിന്റെ ആ ജോൺ ഒരു ബാധ്യതയാണ്. അത് നിനക്ക് ഇപ്പം മനസ്സിലാവില്ല, പക്ഷെ ആവും വൈകാതെ. എടോ, എനിക്ക് 15 വയസ്സുള്ളപ്പോഴാണ് എൻ്റെ ഫോസ്റ്റർ ഡാഡ് മയക്കുമരുന്നിന് വേണ്ടി എന്നെ വിൽക്കാൻ ശ്രമിച്ച്. ആ സമയത്തൊരു ചെക്കന എന്നെ രക്ഷിച്ച്. അതീന്ന് മാത്രമല്ല, പലതീന്നും. നീ ഇപ്പം പറഞ്ഞില്ലേ ഹെലികോപ്റ്റർ പിന്നാലെ വന്നിട്ട് പോലും എന്നെ പിടിക്കാൻ പറ്റിയില്ല എന്ന്. സത്യം പറഞ്ഞ ആ സമയത്ത് ഞാനല്ല വണ്ടി ഓടിച്ച്, എൻ്റെ കഴുത്തിൻ്റെ മുകളിൽ ബുള്ളറ്റായിരുന്നു. അതിൽ അതേ ചെക്കൻ തന്നെയാണ്, അല്ലെങ്കിൽ അതേ ജോണ് തന്നെയാണ് എന്നെ രക്ഷിച്ച്. ഇതൊക്കെ കേട്ടേക്ക് അങ്ങേർക്ക് മനസ്സിലായി ജോണിനെ അവൾ ഒരിക്കലും ഉപേക്ഷിക്കാൻ പോകുന്നില്ല എന്ന്. അങ്ങനെ മോഷണത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ആരംഭിച്ചു. ഇവർക്ക് ആദ്യം തന്നെ കസീനോയിലേക്ക് കൊണ്ടുവരുന്ന കാറിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കണം. എന്നാൽ മാത്രമേ അതിനോട് സാമ്യമായിട്ടുള്ള ഇവരുടെ കാറ് അവിടെ കയറ്റാൻ പറ്റത്തുള്ളൂ. അങ്ങനെ കാറ് കൊണ്ടുവരുന്ന ട്രക്ക് ഡ്രൈവറിന് കാശ് കൊടുക്കുന്നു. ആ കാറിനെ തകിട്ട് പൊടിയാക്കുന്നു. കസീനോക്കാർക്കാണെങ്കിൽ എത്രയും വേഗം കറക്റ്റ് അതേപോലെയുള്ളൊരു കാറ് കിട്ടണം. ഇതേസമയം മീഡിയം ടീമും കൂടെ കാറ് സ്വന്താക്കുന്നു. സ്വന്താക്കാന്ന് മാത്രമല്ല, ആ കാറിൻ്റെ മുകളിൽ പല പണിയും ചെയ്യുന്നു. എൻജിൻ ട്യൂൺ ചെയ്യുന്നു, കാറ് മൊത്തം ബുള്ളറ്റ് പ്രൂഫ് ആക്കുന്നു. ഇനിയുള്ള കസീനോയിലെ ക്യാമറ, അതും നൈറ്റ് വിഷനുള്ള ക്യാമറ. എന്നാൽ അതേ നൈറ്റ് വിഷൻ വെച്ചാണ് ഈ കള്ളന്മാർ കളിക്കാൻ പോകുന്നത്. രാവിലെ സമയത്ത് നൈറ്റ് വിഷൻ എങ്ങാനും ഓണാക്കിയാൽ ഒരു വക കാണത്തില്ല. സോ ക്യാമറയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി. പക്ഷെ ഇതുകൊണ്ടായില്ല. കാർ അകത്ത് കയറ്റാനും ഡിസ്പ്ലേക്ക് വെക്കാനും കോൾ ഇടപെട്ടാൽ മാത്രം മതി. പക്ഷേ ഈ കാറിനകത്ത് ഫ്യൂവൽ പാടില്ല. ഇത് കേട്ടേക്ക് മെക്കാനിക് ഫ്യൂവലിന്റെ വയറങ്ങ് കട്ട് ചെയ്യുന്നു. സോ ഫുൾ ടാങ്ക് അടിച്ചാൽ പോലും ഫ്യൂവൽ ഇല്ലാന്നേ കാണിക്കൂ. അങ്ങനെ കോളിന്റെ ഇടപെടൽ മൂലം കാർ കസീനോയിലെത്തി. നാളെയാണ് മോഷണം. ഇന്ന് അവരെല്ലാവരും റെസ്റ്റ് എടുക്കുന്നു. അതും ആ കസീനോയിൽ തന്നെയാണ് റൂം എടുക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈഡിക്കും ജോണിനും ഭ്രാന്ത് കയറുന്നത്. അതിനൊരേ ഒരു കാരണം, അവൻ ഒറ്റയ്ക്കല്ല വന്നിരിക്കുന്നത്, കൂടെ അവൻ്റെ ഗേൾഫ്രണ്ടും ഉണ്ട്. ചീക്കോയുടെ കൂടെയുള്ള മുഴുവൻ ബിസിനസ്സും നിർത്തിയതിന് ശേഷം ഈഡി എല്ലാം വിട്ട് പുതിയൊരു ലൈഫ് സ്വീകരിച്ചു. അതിനുശേഷം ഗെറ്റവേ ഡ്രൈവർ ഇല്ലാണ്ടിരുന്ന ചീക്കോ പുതിയൊരു ഡ്രൈവറിനെ ഹയർ ചെയ്തു. അതാണ് സാക്ഷാൽ പേം. ഇവരും ഈ പേമും തമ്മിൽ ചെറിയൊരു ഹിസ്റ്ററി ഉണ്ട്. പണ്ടത്തെ ഒരു മോഷണത്തിൽ ഈ പേം അവരെ കൊല്ലാൻ നോക്കിയിട്ടുണ്ട്. ഇതുകൊണ്ടാണ് അവനെ കാണുമ്പോൾ തന്നെ ഇവർക്ക് ഭ്രാന്ത് കയറുന്നത്. ഹേയ്, നീ എന്തവിടെ? ഇത് കസീനോയല്ലേ, ആർക്ക് വേണേലും വരാം എന്നൊക്കെയാണ് പേം പറയുന്നത്. എന്നാൽ ഇവർക്ക് നല്ല സംശയമുണ്ട്. ഈ അവസാന നിമിഷത്തിൽ വെച്ച് പേം ഈ കസീനോയിൽ കാല് കുത്തണമെന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ മറ്റെന്തോ ലക്ഷ്യമുണ്ട്. അങ്ങനെ ഇടി വേഗം തന്നെ ഫൗളറിനെ കാണാൻ പോകുന്നു. പക്ഷെ അങ്ങേർക്കാണെങ്കിൽ യാതൊന്നും അറിയില്ല. പിന്നീട് ഒന്നും നോക്കിയില്ല, ചീക്കോക്ക് ഫോൺ ചെയ്യുന്നു. ചീക്കോ, ആ പേമെന്തവിടെ? പേമോ? അറിയില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, പേമിനെയും വെച്ച് ഞങ്ങൾക്കിട്ട് ഉണ്ടാക്കാനാണ് ഭാവമെന്നുണ്ടെങ്കിൽ കാര്യങ്ങളെല്ലാം കയ്യിൽ നിന്ന് പോവും. പറഞ്ഞില്ല എന്ന് വേണ്ട. ഈഡി എനിക്ക് അറിയില്ല. എന്തായാലും ഞാനൊന്ന് അന്വേഷിക്കട്ടെ. അങ്ങനെ ഈഡിയും ജോണും കൂടെ നേരെ പാർക്കിങ്ങിലേക്കാണ് പോകുന്നത്. അവിടെയുണ്ട് പേമിൻ്റെ വണ്ടി, അതും അവൻ ഗെറ്റവേ ഡ്രൈവിന് യൂസ് ചെയ്യുന്ന അതേ കാർ. അതും കൂടെ കണ്ടേക്ക് ഇവരുടെ സംശയങ്ങൾ ഏതാണ്ട് ഉറപ്പായി. ഇവരുടെ മിഷനിലെ മെയിൻ ഗെറ്റവേ ഡ്രൈവർ ഈഡിയാണ്. ഇവിടെ ഇപ്പോൾ പേമിൻ്റെ തലവട്ടം കണ്ടുകൊണ്ട് ഈഡി ഒരു കാര്യം തീരുമാനിച്ചു, ഒരു ഡ്രൈവറിനെയും കൂടെ ഹയർ ചെയ്യാൻ. ജോൺ ഒരു നല്ല ഡ്രൈവറാണ്, പക്ഷെ അവൻക്ക് ചെയ്യാനായിട്ട് വേറെയും കുറേ ജോലിയുള്ളതുകൊണ്ട് തൽക്കാലം മറ്റൊരാളെ ഹയർ ചെയ്യാനാ ഈഡിയുടെ പ്ലാൻ. എന്നാൽ അവൾക്കറിയാവുന്ന ബെസ്റ്റ് ഡ്രൈവർ ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ. അവളെ ഡ്രൈവിംഗ് പഠിപ്പിച്ച അവളുടെ സ്വന്തം അച്ഛൻ. അങ്ങനെ അച്ഛനെ കാണാൻ പോകുന്നു. അങ്ങേരാണെങ്കിൽ ഇപ്പോൾ വലിയ സെറ്റപ്പിലാണ് ജീവിക്കുന്നത്. പുതിയ ഭാര്യ, മകൾ, വലിയ വീട്, കാറുകൾ എന്ന് വേണ്ട സകലമാന സൗഭാഗ്യങ്ങളും ഉണ്ട്. എന്നാൽ അയാളുടെ 2 കാലുകളും പാരലൈസ്ഡ് ആണ്. അതിന് കാരണം സാക്ഷാൽ ഈഡിയും. സിനിമയുടെ ഫസ്റ്റ് സീനിൽ തന്നെ അമ്മേനെയും അച്ഛനെയും ഈഡീനെയും കാണിച്ചിട്ടുണ്ടായിരുന്നു. അതും പിന്നാലെ പോലീസ് വരുന്നതായിട്ട്. അവിടെ വെച്ചിട്ടൊരു ഗംഭീര ചേസ് ഉണ്ടായി. 14 വയസ്സുണ്ടായിരുന്ന ഈഡിക്ക് കൺട്രോൾ നഷ്ടപ്പെട്ടു. വണ്ടി ആക്സിഡൻ്റായി. അങ്ങനെയാണ് പുള്ളിക്കാരൻ്റെ 2 കാലുകളും ഇല്ലാണ്ടാവുന്നത്. അതോടൊപ്പം അവളുടെ അമ്മ മരണപ്പെടുന്നു. ഇപ്പം കാർ ഓടിക്കുന്നത് ഹാൻഡ് കൺട്രോൾ കൊണ്ടാ. അങ്ങനെ ഈഡി ഈ കസീനോ റോബറിയെക്കുറിച്ച് അച്ഛനോട് പറയുന്നു. എന്നാൽ അയാൾക്ക് അതിലൊന്നും യാതൊരു താല്പര്യമില്ല. അയാളുടെ ഈ പുതിയ ലൈഫ് ഇല്ലാണ്ടാക്കാൻ അങ്ങേർക്ക് ഒട്ടും ആഗ്രഹമില്ല. അങ്ങനെ ഇടി ആകെ ബ്രോക്കണായിട്ടിരിക്കുന്നു. അപ്പോഴാണ് ജോൺ അങ്ങോട്ട് വരുന്നത്. വരാന്ന് മാത്രമല്ല, അവൻ മനസ്സ് തുറക്കുന്നു. ജോണെ, എല്ലാവരും എന്താ ഇങ്ങനെ? ആരും എനിക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല, മാറുന്നില്ല. അതെൻ്റെ അച്ഛനായാലും ശരി, അമ്മയാണേലും ശരി, നീയാണേലും ശരി. ഈടി, നീ വിചാരിക്കുന്ന പോലെയല്ല കാര്യങ്ങൾ. ഞാൻ മാറാനായിട്ട് ശ്രമിച്ചിരുന്നു. റീഹാബിൽ പോയി കുടിയും മയക്കുമരുന്നും നിർത്താനായിട്ട്. അവിടുന്ന് ഇടയ്ക്ക് ബോട്ടിലൊക്കെ യാത്ര പോവും, എല്ലാവർക്കും ഒന്ന് തുറന്ന് സംസാരിക്കാനായിട്ട്. എന്നാൽ എനിക്ക് തുറന്ന് സംസാരിക്കാനുണ്ടായിരുന്നത് അവരോടായിരുന്നില്ല, നിന്നോടായിരുന്നു. ഞാൻ നന്നാവും ഉറക്കെ വിളിച്ചു പറയാൻ നീ എൻ്റെ അടുത്ത് വേണമായിരുന്നു.
അങ്ങനെ നിന്റെ അടുക്കലോട്ടെത്താൻ ഞാൻ ആ വെള്ളത്തിലോട്ടെടുത്ത് ചാടി. ചിലർ പറയും ഒരാൾ മരിക്കുന്നതിന് മുമ്പ് അയാൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ദൃശ്യങ്ങളാണ് ഒരു ഫ്ലാഷസ് പോലെ കാണുക എന്നുള്ളത്. ഞാനും കണ്ടു നിന്റെ മുഖം. എനിക്കറിയില്ല ഇടി എങ്ങനെയാണ് നന്നാവാന്നുള്ളത്. ഒരു പക്ഷേ അന്ന് മുതലേ നീ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് പറ്റുമായിരുന്നു. നമ്മൾ രണ്ടുപേരും എന്ത് ചെയ്യുമ്പോഴും ഒരുമിച്ചാണ് ചെയ്തിരുന്നത്. ഇത് മാത്രം ഒറ്റയ്ക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ എനിക്ക് പറ്റത്തില്ല ഇടി. നീ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ നീ ആഗ്രഹിക്കുന്ന പോലെ ഞാനൊരു നല്ല മനുഷ്യനായിട്ട് മാറും എന്നും പറഞ്ഞ് കരയണവൻ. ഇത് കണ്ടേക്ക് ഈടി അവനെ അങ്ങ് ഹഗ് ചെയ്യുന്നു. അറ്റ്ലീസ്റ്റ് അവൻ ശ്രമിച്ചിരുന്നു. ഈടി കൂടെ ഉണ്ടെങ്കിൽ അവൻ നന്നാവുന്നുള്ള ഉറപ്പ് ഇപ്പം ഈടിക്കുണ്ട്. സോ അന്ന് രാത്രി താൻ പ്രഗ്നൻ്റ് ആണെന്നുള്ള സത്യം ജോണിനെ അറിയിക്കുന്നു. ജോണാണെങ്കിൽ ഇതൊക്കെ കേട്ടിട്ട് ഭയങ്കര ഹാപ്പി. എന്തിന്, ജനിക്കാൻ പോകുന്ന കുഞ്ഞിനു വേണ്ടി ഒരു മാലയടക്കം വാങ്ങുന്നു. അങ്ങനെ പിറ്റേ ദിവസമായി. ഇന്നാണ് മോഷണം. പോക്കർ ഗെയിമൊക്കെ തകൃതിയായിട്ട് പോകുന്നു. കൊള്ളയടിക്കാനുള്ള പണം സെക്യൂരിറ്റീസ് കാറിൻ്റെ പുറകിലായിട്ട് അങ്ങ് വെക്കുന്നു. ഈ കാറാണെങ്കിൽ വട്ടം ചുറ്റിക്കൊണ്ടിരിക്കാൻ ഡിസ്പ്ലേക്ക് വെച്ചിരിക്കുന്നതാണല്ലോ. പണം വന്നതും ഫൗളർ അപ്പം തന്നെ ഇൻഫർമേഷൻ കൊടുക്കുന്നു. ഇനിയാണ് ജോണിൻ്റെ കളി. ഇവരുടെ ഡ്രാമയുടെ ഭാഗമായിട്ട് നേരത്തെ ബാറിൽ വെച്ച് തല്ലുണ്ടാക്കിയ 2 പേരുണ്ടല്ലോ, അവരും ഉണ്ട് ഇവിടെ. അവർ ചീക്കോട് ആൾക്കാരാണ്. സോ ഈ ഒരു പ്ലാനിൽ അവരും ഉണ്ട്. അങ്ങനെ അന്നത്തെ ബാക്കി എന്നതുപോലെ കസീനോയിൽ വെച്ചിട്ട് അങ്ങ് തല്ലുണ്ടാക്കുന്നു ജോണും അവന്മാരും കൂടെ. സംഭവം വേറൊന്നുമില്ല, അവിടെയുള്ള മുഴുവൻ പോലീസിൻ്റെയും സെക്യൂരിറ്റിയുടെയും ശ്രദ്ധ തെറ്റിക്കാനുള്ള ചെറിയൊരു മാർഗം. ഈ ഒരു ഗ്യാപ്പിൽ ഇടി നൈസായിട്ട് കാറി കയറുന്നു. വണ്ടി അങ്ങ് സ്റ്റാർട്ട് ചെയ്യുന്നു. പോലീസുകാർ അപ്പം തന്നെ ഗണ്ണ് കൊടുത്ത് പുറത്തേക്ക് ഇറങ്ങാനാണ് പറയുന്നത്. വണ്ടിയാണെങ്കിൽ വട്ടം ചുറ്റുകയാണ്. ചുറ്റി ചുറ്റി കറക്റ്റായിട്ട് എൻട്രൻസിൻ്റെ ദിശയിലെത്തുമ്പോഴേ വണ്ടി എടുക്കാൻ പറ്റുള്ളൂ. എന്നാൽ അപ്പോഴേക്കും പോലീസുകാർ തിരിയുന്ന സാധനത്തിൻ്റെ പവർ അങ്ങ് കട്ട് ചെയ്യുന്നു. ഇനിയിപ്പോൾ ഒരേ ഒരു ഓപ്ഷൻ മാത്രം, പുറകുവശത്തെ എൻട്രൻസ്. സോ രണ്ടും കൽപ്പിച്ച് വണ്ടി എടുക്കുകയാണ് ഇടി, അതും റിവേഴ്സ്. അവിടെയാണെങ്കിൽ അത്രയും ആൾക്കാരുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെയാണ് കാറും കൊണ്ട് പോകുന്നത്. ഈ സമയത്താണ് ഒരു പോലീസുകാരൻ വണ്ടിയുടെ മുകളിലോട്ട് അങ്ങ് ചാടിക്കയറുന്നത്. എന്നാൽ യാതൊരു കാര്യമില്ല. അങ്ങനെ ഇടി കാറ് കറക്റ്റാക്കുന്നു, പോകുന്നു. പെട്ടെന്നാണ് ഒരു പ്രഗ്നൻ്റ് ആയിട്ടുള്ള സ്ത്രീ അവളുടെ ഫ്രണ്ടിലോട്ടങ്ങ് വരുന്നത്. എന്തോ ഭാഗ്യത്തിന് കറക്റ്റായിട്ട് പിടിച്ചു നിർത്തുന്നു. ഈടി ആകെ പാനിക്കാവുന്നു. ഈ സമയത്താണ് ഒരു പോലീസുകാരൻ വണ്ടിയുടെ നേർക്കങ്ങ് ഷൂട്ട് ചെയ്യുന്നത്. പക്ഷെ എന്ത് കാര്യം, ബുള്ളറ്റ് പ്രൂഫാണ്. അങ്ങനെ ഇടി കാർ എടുക്കുന്നു, നേരെ പുറത്തേക്ക് പോകുന്നു. പുറത്തുള്ള എല്ലാ പോലീസ് വണ്ടികളും അവളുടെ പിന്നാലെ തന്നെയുണ്ട്. ടോട്ടൽ 4 വണ്ടികളാണുള്ളത്. പിന്നെ അവിടെ ഗംഭീര ചേസാണ്. അറിയാലോ, ഈടിയാണ്. പോലീസുകാർക്ക് അവളെ തൊടാൻ കൂടെ പറ്റുന്നില്ല. അങ്ങനെ ഇടി വേഗം തന്നെ കാർ ഒരു പാർക്കിങ്ങിലോട്ട് കൊണ്ടുപോകുന്നു. ഒരു പോലീസ് വണ്ടിയാണെങ്കിൽ പുറകെ തന്നെയുണ്ട്. സോ ഇടി ഡ്രിഫ്റ്റും ചെയ്ത് വണ്ടി യൂ ടേൺ അടിക്കുന്നു. എന്നിട്ട് റിവേഴ്സാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പുറത്തെ സൈഡിൽ നിന്നാണെങ്കിൽ വേറൊരു പോലീസ് വണ്ടിയും കൂടെ വരുന്നുണ്ട്. ആ 2 വണ്ടികളെയും ഇടി നൈസായിട്ട് അങ്ങ് കൂട്ടിയിടിപ്പിക്കുന്നു. ഇനി ബാക്കിയുള്ള 2 പോലീസ് വണ്ടി. എന്നാൽ അപ്പോഴാണ് സാക്ഷാൽ പേമിൻ്റെ എൻട്രി. അതും ഇവരടിച്ചെടുത്ത ക്യാഷ് തട്ടാനായിട്ട്. ഇതിൻ്റെ ഇടയിൽ ശല്യമായിട്ട് പോലീസുകാർ. ഇതൊക്കെ കാണുമ്പോൾ പേമിനാണെങ്കിൽ ഭ്രാന്ത് കയറുന്നു. സോ ഗണ്ണെടുക്കുന്നു, പോലീസുകാരുടെ ടയർ പൊട്ടിക്കുന്നു, ആ വണ്ടി മറിയുന്നു. അതിനകത്തുള്ളവർ ജീവനോടെ ഉണ്ടോയെന്ന് ദൈവത്തിന് മാത്രം അറിയാം. ഇത് കണ്ടേക്ക് ഇടി രണ്ടാമത്തെ പോലീസ് വണ്ടിയെ മണ്ണിലേക്ക് പറഞ്ഞയച്ച് സ്റ്റെക്കാക്കുന്നു. ഇല്ലാന്നുണ്ടെങ്കിൽ പേം അവരെയും തീർക്കും. അങ്ങനെ ഇവർ 2 പേരും കൂടെ വണ്ടിയും കൊണ്ട് പോകുന്നത് ഒരു റേസ് ട്രാക്കിലോട്ടാണ്. അവിടെ വെച്ചിട്ടൊരു ഗംഭീര ചേസാണ് അരങ്ങേറുന്നത്. ഇനിയാണ് ഇവരുടെ രണ്ടാമത്തെ ഡ്രൈവറിൻ്റെ എൻട്രി. പുതിയൊരു ഡ്രൈവറെ കിട്ടാത്തതുകൊണ്ട് ജോൺ തന്നെയാണ് രണ്ടാമത്തെ ഡ്രൈവർ. വന്നിരിക്കുന്നത് പേമിൻ്റെ കാര്യത്തിലൊരു തീരുമാനമാക്കാൻ. ഗണ്ണെടുക്കുന്നു, ഷൂട്ട് ചെയ്യാൻ ആരംഭിക്കുന്നു. എന്നാൽ യാതൊരു കാര്യമില്ല. പെട്ടെന്നാണ് ചെറിയൊരു അശ്രദ്ധ മൂലം ജോണിൻ്റെ കാറങ്ങ് തകിടം മറിയുന്നത്. വലിയൊരു ആക്സിഡൻറ്റ്. ഇത് കണ്ടേക്ക് ഇടി ആകെ കയ്യീന്ന് പോകുന്നു. അവൾ വേഗം തന്നെ വണ്ടിയും നിർത്തി ജോണിൻ്റെ അടുത്തോട്ടാണ് പോകുന്നത്. അങ്ങേരാണെങ്കിൽ കണ്ണ് തുറക്കുന്നില്ല. ഇടി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം പേമാണേലോ അവർ കൊള്ളയടിച്ച കാറും പൈസയും കൊണ്ട് അങ്ങ് രക്ഷപ്പെടുന്നു. ഇത് കണ്ടിട്ട് ഇവൾക്കാണെങ്കിൽ ഭ്രാന്ത് കയറുന്നു. അത്രയും കഷ്ടപ്പെട്ട് കൊണ്ടുവന്നതാ. ആൻഡ് ജോണിൻ്റെ കാര്യം അറിയില്ല. അങ്ങനെ രാത്രിയായി. പേമിനെയും തേടി ഈടിയെത്തി. ആ പണത്തിൻ്റെ ഇടയിൽ ഒരു ട്രാക്കർ ഉണ്ടായിരുന്നു. അതും വെച്ചാണ് പേമിനെ കണ്ടെത്തിയിട്ടുള്ളത്. അതുമാത്രമല്ല, ജോണ് ഗണ്ണും കൊണ്ടുവരുന്നു. അവൻ മരിച്ചിട്ടില്ല. ഇങ്ങർക്കിനി രക്ഷപ്പെടാൻ ഒരു മാർഗവുമില്ല. പെട്ടെന്നാണ് ഇവൻ്റെ ഗേൾ ഫ്രണ്ട് ഈടിയെ വണ്ടി ഇടിപ്പിച്ച് കൊല്ലാൻ നോക്കുന്നത്. എന്നാൽ കൊല്ലാൻ വന്നിരിക്കുന്നത് ടെസ്ല കാറും കൊണ്ട്. അതിൻ്റെ സേഫ്റ്റി മെഷേഴ്സിനെ കുറിച്ച് അറിയാലോ. ഏതെങ്കിലും ഒരുത്തൻ ഫ്രണ്ടിലോട്ട് ചാടിയാൽ തന്നെ സ്വയം നിൽക്കുന്ന വണ്ടിയാ. അതും കൊണ്ടാണ് കൊല്ലാൻ വന്നിരിക്കുന്നത്. അയ്യോ സോറി കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് വണ്ടിയും കൊണ്ട് അങ്ങ് പോകുന്നു. ഇനി പേമിൻ്റെ കാര്യം, അവനെ ജോൺ അങ്ങ് തീർക്കുന്നു. അങ്ങനെ പിറ്റേ ദിവസമായി. അടിച്ചെടുത്ത ക്യാഷും കൊണ്ട് ഫൗളറിനെ കാണാൻ പോകുന്നു. എല്ലാവരും ഭയങ്കര ഹാപ്പി.
അപ്പോഴാണ് ജോൺ അവൻ്റെ യഥാർത്ഥ മുഖം അങ്ങ് പുറത്തെടുക്കുന്നത്. ഗണ്ണെടുക്കുന്നു, ഫൗളറിനെയും അവൻ്റെ ആൾക്കാരെയും അങ്ങ് തീർക്കുന്നു. ഇത് കണ്ടേക്ക് ഇവളാണെങ്കിൽ ആകെ ഇല്ലാണ്ടായിട്ടാണ് നിൽക്കുന്നത്. ഇടി വാ നമുക്ക് പോവാം, 3 മില്യൺ ഉണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ഫാമിലിയായിട്ട് ജീവിക്കാം. ഇതൊക്കെ കേട്ടിട്ടും ഈഡി ഒന്നും മിണ്ടുന്നില്ല. അവളാകെ സ്റ്റക്കായിട്ടാണ് ഇരിക്കുന്നത്. ഇവർക്ക് ഫാമിലിയായിട്ട് ജീവിക്കാൻ വേണ്ടി ഒന്നും ചെയ്യാത്ത ഫൗളറിനെ ആൾക്കാരെയും കൊല്ലുക, അവരുടെ ഫാമിലിയെ തകർക്കുക. ആ ഒരൊറ്റ പോയിന്റ് വെച്ച് ഈഡി തിരിച്ചറിഞ്ഞു. ഫൗളർ പറഞ്ഞതുപോലെ, ജാക്കി പറഞ്ഞതുപോലെ, ചീക്കോ പറഞ്ഞതുപോലെ ജോൺ ഒരു ബാധ്യതയാണ്. അവൻ തിരഞ്ഞെടുക്കുന്ന ഓരോ തീരുമാനങ്ങളും നന്നാവാൻ വേണ്ടിയിട്ടല്ല, ജസ്റ്റ് ഷോർട്ട് കട്ടുകൾ മാത്രം. ഈ ഫൗളറിനെ കൊന്ന് പൈസ കൈക്കലാക്കിയാൽ ചീക്കോ ഇവരെ വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടോ? ജീവിതകാലം മുഴുവൻ ഇവർക്ക് ഓടേണ്ടി വരും. ജനിക്കാൻ പോകുന്ന കുഞ്ഞിൻ്റെ ലൈഫ് ഇല്ലാണ്ടാവും. ഇങ്ങേരാണെങ്കിൽ ഭ്രാന്തനെ പോലെയാണ് പെരുമാറുന്നത്. അവരെ കൊന്നതിന് ശേഷമാണ് ജോൺ എല്ലാ കാര്യങ്ങളും തിരിച്ചറിയുന്നത്. പക്ഷെ വൈകിപ്പോയി. ഒന്നും അറിയാത്ത പാവങ്ങളെ കൊന്നിട്ട് ഒരുമിച്ചുള്ളൊരു ലൈഫ് വേണ്ട. സോ ഈഡി ഗണ്ണെടുക്കുന്നു, ജോണിനെ അങ്ങ് തീർക്കുന്നു. അവളിരുന്ന് കരഞ്ഞോണ്ടിരിക്കുകയാണ്. അല്ലേലും ചില തീരുമാനങ്ങൾ അങ്ങനെയാണ്. അതെത്ര വേദനിപ്പിച്ചാലും ചെയ്തേ പറ്റുള്ളൂ. അങ്ങനെ ഈഡി കൊള്ളയടിച്ച ക്യാഷും കൊണ്ട് ചീക്കോയെ കാണാൻ പോകുന്നു. ഈഡി, ഞാൻ അറിഞ്ഞു എന്താ സംഭവിച്ചതെന്ന്. സത്യം പറഞ്ഞാൽ നീ ചെയ്തതാ ശരി. എൻ്റെ തീരുമാനങ്ങൾ, എൻ്റെ ശരികൾ ഇതെല്ലാം നോക്കുന്ന നേരത്ത് നിന്റെ കൂടെയുള്ള ബാധ്യതയെ നീ തിരിച്ചറിഞ്ഞില്ലാലേ. നമ്മളുടെ മിഷനെക്കുറിച്ച് പേമിന് ആരോ ഒറ്റിക്കൊടുത്തതെന്നറിയോ? നിന്റെ ഏറ്റവും വലിയ വിശ്വസ്തൻ ജോർജ്. എൻ്റെ ലൈബിലിറ്റി ജോണായിരുന്നുവെങ്കിൽ നിൻ്റേത് ജോർജും. ഈഡി, നിനക്കൊരു കാര്യം അറിയോ? ഈ ജോർജ് ചെറുപ്പം മുതൽ എൻ്റെ കൂടെയുണ്ട്. അന്ന് മുതലേ അവൻ എൻ്റെന്ന് മോഷ്ടിക്കും. ഞാനത് കാര്യാക്കാറില്ല. പണ്ടൊക്കെ ചെറിയ എമൗണ്ട് ആയിരുന്നു. എന്നാൽ പോകുന്തോറും അവൻ മോഷ്ടിക്കുന്നതിൽ കണക്കില്ലാണ്ടായി. പക്ഷെ അന്നും ഇന്നും അവൻ എന്നെ സ്നേഹിച്ചിട്ട് മാത്രമേ ഉള്ളൂ. ആരേക്കാളും കൂടുതൽ അവൻക്ക് എന്നെയാണ് ഇഷ്ടം. നീയും ജോണും പോലെ. ജോൺ ഓരോന്ന് ചെയ്തു കൂട്ടുമ്പോൾ അത് തീർപ്പാക്കാനായിട്ട് നീയുണ്ടായിരുന്നു. പക്ഷെ അവിടെയും ഒരു കോമൺ ഫാക്ടർ, ലവ്. ഏകദേശം അതേ സെയിം സിറ്റുവേഷൻ. ഇതൊക്കെ പറയുമ്പോൾ അങ്ങേരുടെ കണ്ണ് നിറയുന്നു. ഈ സമയത്താണ് ഈഡി ഒരു കഥ പറയുന്നത്. പണ്ട് ഞാൻ ഫോസ്റ്റർ ഹോമിലുള്ള സമയത്ത് അവിടെ ഒരൊറ്റ ബാത്റൂമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ആ വീടിനകത്ത് താമസിച്ചിരുന്നത് ഏകദേശം 6 ആൾക്കാരാ. എല്ലാവർക്കും കൂടെ ഒരൊറ്റ ബാത്റൂം. ഒന്ന് സമാധാനത്തിൽ കുളിക്കാനോ ടോയ്ലറ്റിൽ പോകാനോ പറ്റിയിരുന്നില്ല. ആരെങ്കിലുമൊക്കെ വാതിലിൽ കൊട്ടിക്കൊണ്ടേയിരിക്കും. അന്ന് മുതൽ മനസ്സിലൊരാഗ്രഹമുണ്ട്, ഒരു വീട് 2 ബാത്റൂം. അതിലത്തെ ഒരു ബാത്റൂം ജോണിന് വേണ്ടിയായിരുന്നു. എനിക്ക് ആ വീട് വേണം ചീക്കോ. അതുകൊണ്ട് കട്ടുകൊണ്ട് വന്ന പൈസയെന്ന് എൻ്റെ പങ്ക് ഞാൻ എടുത്തിട്ടുണ്ട്. ബാക്കി ആ കാറിനകത്തുണ്ട്. ഈ സമയത്താണ് ചീക്കോ ഒരു കാര്യം ആവശ്യപ്പെടുന്നത്. ജോർജ് ഒരു ബാധ്യതയാണ്, ജസ്റ്റ് ലൈക്ക് ജോൺ. എല്ലാവരുടെയും പ്രശ്നങ്ങൾ തീർത്തു കൊടുക്കുന്ന ഈഡിയോട് അവനെ കൊല്ലാൻ പറ്റുമെന്നാണ് ചോദിക്കുന്നത്. അത് പറ്റത്തില്ല ചീക്കോ, ഓരോരുത്തരുടെയും ബാധ്യത സ്വയം തീർക്കണം എന്നും പറഞ്ഞ് ഈഡി അങ്ങ് പോകുന്നു. ചീക്കോ ജോർജിനെ തീർക്കുന്നു. രണ്ടിടത്തും വില്ലനാവുന്ന ഒരൊറ്റ കാര്യം, ലവ്. അങ്ങനെ എല്ലാം അവസാനിച്ചു. കിട്ടിയ ക്യാഷും കൊണ്ട് ഒരു റിപ്പയർ ഷോപ്പ് ആരംഭിച്ചു. അത് മാത്രമല്ല, അവളുടെ ആ ഫാൻറ്റസി, ആഗ്രഹം, 2 ബാത്റൂമുള്ള വീട് അങ്ങ് സ്വന്താക്കുന്നു. ഇതാണ് നമ്മുടെ ജൂനിയർ ജോൺ. എല്ലാം അവസാനിപ്പിച്ച് സമാധാനത്തിൻ്റെ പാതയിലൂടെ ജീവിക്കുന്ന ഈഡി. ഈനി മീനി എന്ന അധ്യായം ഇതോടുകൂടെ അവൾ അങ്ങ് അവസാനിപ്പിക്കുന്നു. ഈ ഒരു പോയിന്റ് വെച്ചിട്ടാണ് ഈ ഒരു സിനിമ അങ്ങ് അവസാനിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ.